നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇതിലിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജിൻഡോ ഫസ്റ്റ് അടിയോളൂ, അതിൽ ഒന്നും പറയാനില്ല. പ്രേക്ഷകർ പറയുന്നുണ്ട്, ജിൻഡോ ശരിക്കും മണ്ടനാണോ? അയാൾ മണ്ടനല്ല, അയാൾ അഭിനയിക്കുന്നതാണ്. അയാൾ നല്ലൊരു ഗെയിമറാണ്, നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ പുറത്തുള്ള ഒത്തിരി ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുന്ന പഴക്കം മാത്രമേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഉണ്ടാവുള്ളൂ. പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 10,000 പേരായിട്ട് ഡെയിലി ജിമ്മിൽ കിടന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി ആളുകളായിട്ട് ഇടപെടുന്ന ആളാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഈ പറയുന്ന 1, 2, 3 പേരുടെ സ്വഭാവം ഒന്നുമല്ല. ഒത്തിരി ആളുകളുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഒത്തിരി ആളുകൾ ഡെയിലി ജിമ്മിൽ വന്ന് പോകുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി പേരായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള സ്വഭാവം വന്നു കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാനും എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടാത്തത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള നല്ലൊരു ബോധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഗെയിം അതാണ്. എന്തായാലും തീർച്ചയായിട്ടും ജിൻഡോ തന്നെ കപ്പടിക്കുന്നു. 100 വോൾട്ടേജിൽ നമുക്ക് പറയാം. പ്രേക്ഷകർ ഒത്തിരി പ്രതികരണങ്ങൾ ഞാൻ കണ്ടായിരുന്നു. അവരും പറഞ്ഞിരിക്കുന്നത് അയാളൊരു മണ്ടനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ മണ്ടനാണെന്ന് പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കിക്കൊള്ളുക, ജിൻഡോ കപ്പടിക്കുള്ളൂ. 100 വോൾട്ടേജിൽ തന്നെ നമുക്ക് ഓക്കെ പറയാം. കപ്പ് ബിഗ് ബോസ് സീസൺ 6 കപ്പ് കൊണ്ടുപോകാൻ പോകുന്നത് ജിൻഡോ ആയിരിക്കും. പിന്നെ ജാസ്മിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ്റെ പേരൊന്നും ആവില്ല. കാരണം ഈ ഒരു സീസണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് പ്രതികാരം പാടില്ല, ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ക്ഷമയില്ലാത്തവനൊക്കെ വെറുതെ വേസ്റ്റായി പോളി ഈ ഗെയിമിൽ. പരമാവധി ക്ഷമിച്ചേക്കുക. ജിൻഡോനെ കണ്ടില്ലേ? ജിൻഡോനെ കണ്ട് പഠിക്കും. ആവശ്യത്തിന് ക്ഷമയാണ്. ആവശ്യത്തിന് ക്ഷമ മാത്രമല്ല, പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹം പല വട്ടങ്ങളായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ പോയി മെക്കിട്ടേറിയിട്ടൊന്നും കാര്യമില്ല. പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. വെറുതെ ഒരാളുടെ മെക്കിട്ടേറിയുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ എവിടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് തലയിടേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോക്കിംഗ് ആണ്. കൂടുതലും പ്രമോക്കിംഗ് ആയിരിക്കുള്ളൂ. അതായത് വെറുതെ ഇരിക്കുന്ന ഒരാളെ വന്നിട്ട് കുറേ പേര് ചൊറിയാൻ ശ്രമിക്കും. ആ ചൊറിച്ചിലൊന്നും വീണ് കൊടുക്കാൻ നിൽക്കരുത്. നമ്മൾ പരമാവധി ക്ഷമിക്കുക, പ്രതികരിക്കേണ്ട ഭാഗത്ത് മാത്രം പ്രതികരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? ബിഗ് ബോസിലെ കപ്പ് അടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഗെയിമിൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗെയിമിൽ പ്രണയത്തിനൊന്നും വലിയ വാല്യൂ ഇല്ല. വെറുതെ കുറേ പേര് വന്നിട്ട് പ്രണയം അതാണ്, മാങ്ങ തേങ്ങ, എന്ത് കാര്യമുണ്ട്? നന്നായിട്ട് നല്ലൊരു ഗെയിം കളിച്ചാൽ പോരെ. ഈ പരസ്പരം ഇതിൻ്റെ അകത്ത് വന്ന് പ്രണയിക്കേണ്ട കാര്യം ഇതുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ജിൻഡോനുള്ളതാണ് കപ്പ്. ജാസ്മിനെ മോളെ, ജിൻഡോ ആയിട്ട് മുട്ടാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല കേട്ടാ. നമുക്ക് വല്ല അടുത്ത സീസണിലോ അല്ലെങ്കിൽ ഒരു 10 സീസൺ കഴിഞ്ഞിട്ട് നോക്കാം. 2ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടുപോയിട്ട് യാതൊരു ഗുണവുമില്ല. എന്തായാലും ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പോണ ജിൻഡോ ആണ്. അത് ഗ്യാരണ്ടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ജിൻഡോ എന്നാണ്.